കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും നല്ല വാർത്തയിലൊന്നായിരുന്നു ഉർവശിയുടെ പുത്തൻ വീടിന്റെ പാലുകാച്ച ചിത്രങ്ങൾ. അതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായതിനു ശേഷം നടൻ മനോജ് കെ ജയനും ക്ഷണമുണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കിരട്ടി സന്തോഷമായി. ഇപ്പോഴിതാ അമ്മയുടെയും അച്ഛൻ്റെയും കൊല്ലത്തെ വീട് പാലുകാച്ചലിന് ശേഷം താരപുത്രി ഒറ്റയ്ക്ക് തിരിച്ച് അച്ഛൻ്റെ അരികിലേക്ക് വിദേശത്തേക്ക് പറന്നിരിക്കുകയാണ്. ഇത്തവണത്തെ ഓണം താരപുത്രി വിദേശത്ത് അച്ഛനോടൊപ്പമാണ് ആഘോഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെന്നൈയിൽ അമ്മയോടൊപ്പമാണ് താരപുത്രി എപ്പോഴും നിൽക്കാറുള്ളത്. എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് കുഞ്ഞാറ്റ ഉർവശിയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഇത്തവണ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ഇത്തവണ അച്ഛൻ്റെ അരികിലേക്കാണ് കുഞ്ഞാറ്റ പറന്നിരിക്കുന്നത്. എപ്പോഴും അച്ഛൻ്റെ മകളായി വളർന്ന് ജീവിച്ച് ശീലിച്ചൊരു പെൺകുട്ടിയാണ് കുഞ്ഞാറ്റ. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അരികിലേക്ക് എത്തി ഓണം ആഘോഷിക്കാൻ കുഞ്ഞാറ്റയ്ക്ക് ഇത്തവണ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹമെല്ലാം സാധിച്ചെടുത്തിരിക്കുകയാണെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാനും സാധിക്കും. സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നൊരു വാർത്തയായും ഇത് മാറുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ കാണുകയും പ്രേക്ഷകരുടെ പ്രീതി മനസ്സിലാക്കിപ്പിച്ച് തരികയും ചെയ്യുന്നൊരു കാര്യമായി ഇത് മാറുന്നുണ്ട്. ആരാധകരുടെ സ്നേഹം വളരെയധികം മനസ്സിലാക്കി തരുന്ന പോലെ തന്നെയാണ് ഇത് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് കൂടി നമുക്ക് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു കാര്യമായും ഇത് മാറുന്നുണ്ടെന്ന് കൂടി കൂട്ടിച്ചേർക്കാം. നിരവധി പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും പങ്കുവച്ചുകൊണ്ടെത്തുന്നത്. എല്ലാവരും ഇപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് നോക്കുന്നത്. കുഞ്ഞാറ്റ വളരെ ഒരുങ്ങുമ്പോൾ ഉർവശിയെ പോലെയാകും. നല്ല പ്രായമൊന്നും പറയുന്ന രീതിയല്ല, പക്ഷേ ചെറുതാണെങ്കിലും പണ്ടത്തെ ഉർവശിയെ ഓർമ്മ വരും. ഒരുങ്ങിക്കഴിഞ്ഞാൽ അസൽ ഉർവശിയാണ്. എന്തൊക്കെ ചെയ്താലും ഒരു മാറ്റവുമില്ല. മനോജ് കെ ജയന്റെ അമ്മയുടെ ഏതാനും ചായയും ഈ പെൺകുട്ടിക്കിട്ട്. ഇതാണ് കുഞ്ഞാറ്റയെക്കുറിച്ച് എല്ലാവരും പറയാറുള്ളത്. വളരെ ചെറുതിലെ ഇങ്ങനെ മുതലേ ഉള്ളൊരു താരപുത്രി നമുക്കറിയാം, തേജാലക്ഷ്മി എന്ന പേരുള്ള കുഞ്ഞാറ്റയെ. ഇവർ തമ്മിൽ ഡിവോഴ്സ് ആകുന്ന സമയം അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ മകളെയും കൊണ്ടുവന്നതാണ് മനോജ് കെ ജയൻ. എന്നാൽ അന്ന് ഉർവശി മദ്യപിച്ച് കോടതിയിലെത്തിയത് കൊണ്ട് തന്നെ കോടതി പറഞ്ഞതനുസരിച്ച് തന്നെയാണ് കുഞ്ഞാറ്റ മനോജ് കെ ജയനോടൊപ്പം വീട്ടിലേക്ക് പോയത്. എന്നാൽ അതിനുശേഷം ഇരുവരും തമ്മിലുള്ള സൗഹൃദം വർദ്ധിക്കുകയും കുഞ്ഞാറ്റ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് കാണണമെന്ന് തോന്നുമ്പോഴെല്ലാം അവളുടെ അമ്മയുടെ അരികിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് മകളെ മനോജ് കെ ജയൻ വളർത്തിയത്. അതുകൊണ്ട് തന്നെ മകൾ വളരെ നന്നായി അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം സ്നേഹത്തോടെ കഴിഞ്ഞു. പിന്നീട് ഉർവശി മറ്റൊരു വിവാഹം കഴിച്ചു, മനോജ് കെ ജയൻ മറ്റൊരു വിവാഹം കഴിച്ചു. ഇതിലോരോ കുട്ടികൾ വീതവും ഈ ദമ്പതികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അനിയന്മാരുടെ സ്നേഹം കൊണ്ട് തന്നെ കുഞ്ഞാറ്റ ഇപ്പോൾ പുളകിതയാണ്. അനിയനോടൊപ്പം ഇപ്പോൾ വിദേശത്ത് ആഘോഷിക്കാൻ തന്നെയാണ് കുഞ്ഞാറ്റ എത്തിയിരിക്കുന്നത്. ആ ഒരു സന്തോഷം കൂടിയുണ്ട് പ്രേക്ഷകർക്ക്. ഇപ്പോൾ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഈ വാർത്ത ഏറ്റെടുക്കുകയും ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെന്ന് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.